ജനകീയ കലയായ പടയണിയിലേക്ക് കടക്കുകയാണ്. പടയണി തുടങ്ങും മുൻപ് നമ്മൾ കണ്ടത് പടയണിയുടെ ഒരു മേളമായിരുന്നു. ഇതിൻ്റെ ഒരു തനത് മേള സമ്പ്രദായങ്ങളുണ്ട്. ഇതിന് തപ്പ് എന്നുള്ള വാദ്യമാണ്. നമ്മളിവിടെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ആ കൊട്ടിയ വാദ്യത്തിൻ്റെ പേര് തപ്പെന്നാണ്. പ്ലാവിൻ തടി കൊണ്ടുള്ള വളയത്തിൽ എരുമയുടെ തോൽ പൊതിഞ്ഞെടുത്ത് തീയുടെ അടുത്ത് മണിക്കൂറുകൾ പിടിച്ച് കടിപ്പിച്ച് കൊട്ടുന്ന പടയണിയുടെ തനത് വാദ്യമാണ് തപ്പ്. അങ്ങനെ തപ്പും ചെണ്ടയും കൈമണിയുമൊക്കെ അകമ്പടിയായ പടയണിയിലെ കുരമ്പാലയുടെ സവിശേഷതയായ വലിയ മേളമാണ് ഇവിടെ അരങ്ങേറുന്നത്. സാധാരണഗതിയിൽ പടയണി കരപ്പുറങ്ങളിലൊക്കെ തന്നെ തപ്പ് മേളമായാണ് അവതരിപ്പിക്കുന്നത്. കഥകളിയുടെ കേളുകൊട്ട് പോലെ ആദ്യം തന്നെ പടയണി കളത്തിൽ തപ്പിൽ ഈടുകൈകൾ വീഴുമ്പോഴാണ് പടയണി കളത്തിലേക്കുള്ള ജനങ്ങളുടെ കരക്കാരുടെ ഒരു ഒഴുക്ക് തന്നെ വരുന്നത്. ഘട്ടം ഘട്ടമായി പടയണിയുടെ വളരെ ചെറിയ ഒരു രൂപമാണ് നമ്മളിവിടെ അവതരിപ്പിക്കുമ്പോൾ വളരെ വിശാലമായ ഒരു ലോകമാണ് പടയണി എന്ന് പറയുന്നത്. വലിയ ക്യാൻവാസിലുള്ള ഒരു നാടൊന്നാകെ ചേർന്ന് ഇഴുകിച്ചേർന്ന് ചെയ്യുന്ന വിശാലമായ വിപുലമായ നാടിനെ അപ്പാടെ തന്നെ ഒരു നാടകവേദിയാക്കും പോലെയുള്ള ഒരു കലാരൂപമാണ്. അതിൻ്റെ ഒരു വളരെ ചെറിയ രൂപമാണ് ഇന്ന് ഇവിടെ ഈ പമ്പ സാഹിത്യോത്സവത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടും പമ്പ നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പടയണി എന്ന കലാരൂപം. ആദിമകാലത്ത് കാടൊക്കെ വെട്ടിത്തെളിച്ച് മനുഷ്യൻ കൃഷിയും വീട് വയ്ക്കാനും കൃഷി ചെയ്യാനും ഒക്കെ വേണ്ടി കാടൊക്കെ വെട്ടിത്തെളിച്ചപ്പോഴും അവൻ്റെ ദേശത്ത് വെട്ടാതെ മരങ്ങൾ കാത്ത് സൂക്ഷിച്ച ഇടമായിരുന്നു കാവ്. അങ്ങനെ കാവുകളിൽ തുടങ്ങിയതാണ് പടയണി എന്നുള്ളതാണ് വിശ്വാസം. ഇത് പ്രധാനമായും 5 ഭാഗമാണ്. ഇതിൽ പാട്ടുണ്ട്. അതിനെ പടയണിക്കാർ കോലപ്പാട്ട് എന്ന് വിളിക്കും, അല്ലെ പടയണിപ്പാട്ട് എന്ന് പറയുന്നു. ഇതിൽ നൃത്തമുണ്ട്. അതിന് തുള്ളൽ എന്നാണ് പറയുന്നത്. കോലം തുള്ളൽ എന്നാണ് വിളിക്കുന്നത്. ഇതിൽ പല തരത്തിലുള്ള കോലങ്ങളുണ്ട്. ഇതിൽ ചിത്രരചന സമ്പ്രദായമുണ്ട്. അതിനെ കോലമെഴുത്ത് എന്നാണ് പടയണിക്കാർ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മേള സമ്പ്രദായം, നേരത്തെ പറഞ്ഞ പോലെ പടയണിയുടെ തനത് വാദ്യമായ തപ്പ് ആണ് പ്രധാന വാദ്യം. അങ്ങനെ മേള സമ്പ്രദായമുണ്ട് ഇതിന് പ്രത്യേകമായ രീതിയിൽ. ഇതിൽ നാടകമുണ്ട്. വളരെ വിശാലമായി ഓരോ കാലത്തെയും സാമൂഹ്യ വിമർശനങ്ങൾ, പഴയ കാലത്ത് ചില സമൂഹത്തിൽ നിലനിന്നിരുന്ന തിന്മകൾ, അതിപ്പോൾ പലതുമാകാം. ഈ പറഞ്ഞ പോലെ അന്ന് രാജഭരണകാലത്തെ തെറ്റുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തെറ്റുകളൊക്കെ തന്നെ അക്കാലത്ത് രാജാവിന് മുന്നിൽ അല്ലെ അധികാരി വർഗത്തിന് മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചിരുന്ന പടയണിയോട് അനുബന്ധിച്ചിട്ടുള്ള വിനോദ നാടകങ്ങളിലൊക്കെ തന്നെ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ഐതിഹ്യമുണ്ട്. ദാരികനെ വധിക്കുന്നതിന് വേണ്ടി പരമശിവൻ്റെ തൃക്കണ്ണിൽ നിന്ന് ഭദ്രകാളി ഉയർകൊണ്ട് ദാരികനെ വലിയ യുദ്ധത്തിനൊടുവിൽ വധിച്ചു. അതിനുശേഷം അങ്കക്കലി അടങ്ങാതിരുന്ന ഭദ്രകാളിയുടെ കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പടയണി തുടങ്ങിയത് എന്നുള്ളതാണ് ഇതിൻ്റെ ഐതിഹ്യം. അടിസ്ഥാനപരമായി ഇത് ഒരു നാട്ടിലെ ജനത അവരുടെ കാവിലമ്മയ്ക്ക് മുന്നിൽ അവർക്കറിയാവുന്നതുപോലെ അവരുടെ നാട്ട് ദൈവങ്ങളെ കൊട്ടിപ്പാടി സ്തുതിച്ച് തുള്ളി അവതരിപ്പിച്ചു പോന്നിരുന്ന കലാരൂപമാണ് പടയണി. പമ്പയുടെ കലയാണ് പടയണി എന്നാണ് പറയുന്നത്. പമ്പാ നദീ തീരത്ത് പടയണി രൂപപ്പെട്ട് വളർന്ന് പന്തലിച്ചു എന്നുള്ളതാണ് കരുതിപ്പോരുന്നത്. അങ്ങ് കിഴക്ക് പമ്പ ഒഴുകിത്തുടങ്ങിയ ദേശങ്ങൾ മുതൽ അങ്ങ് പടിഞ്ഞാറ് വരെയാണ് ഈ പടയണിയുടെ ഒരു ദേശം. പ്രത്യേകിച്ച് പമ്പാ നദിയോട് ചേർന്ന് വരുന്ന അങ്ങ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വരെ ഒരു കാലത്ത് പടയണി ഉണ്ടായിരുന്നുവെന്നും ആ പടയണി നിന്നാണ് കുഞ്ചൻ നമ്പ്യാർ ഓട്ടൻ തുള്ളലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ എടുത്തത് എന്നുമാണ് പറയുന്നത്. പടയണിയിൽ നിന്നും വേലകളിയിൽ നിന്നുമാണ് പ്രധാനമായും തുള്ളൽ രൂപപ്പെടുത്തുന്നതിന് അദ്ദേഹത്തെ സഹായിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെ പമ്പ ഒഴികിയ വഴികളിലൊക്കെ തന്നെ പടയണി ഉണ്ടായിരുന്നു. അത് പടയണി ആചാര്യനായ പ്രൊഫസർ കടമ്പനയുടെ വാസവൻപിള്ള സാറിൻ്റെയൊക്കെ ഇതിൽ പറഞ്ഞാൽ അങ്ങ് കോടൂരാറിന് വടക്കും കോടൂരാറിന് തെക്കും കല്ലടയാറിന് വടക്കും ഉള്ള ദേശത്താണ് പ്രധാനമായും പടയണി എന്ന് പറയുന്നത്. അങ്ങ് കിഴക്ക് മുതൽ പടിഞ്ഞാറ് അമ്പലപ്പുഴ വരെ തകഴി കുട്ടനാട് ഭാഗത്തൊക്കെ തന്നെ വിശാലമായ പടയണി പാരമ്പര്യം ഉണ്ടായിരുന്നതാണ്. പിന്നെ കാലക്രമേണ പലയിടത്തും ഇല്ലാതായി പോയതാണ്. അപ്പോൾ പടയണി എന്ന് പറയുന്നത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു കലയല്ല. ഒരു കൂട്ടം അല്ലെ ഒരു നാട്ടിലെ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് കൊട്ടി പാടി തുള്ളി സ്തുതിച്ച് ചെയ്യുന്ന ഒരു കലയാണ്. തങ്ങളുടെ ദൈവത്തിനെ
തങ്ങൾക്കറിയാവും പോലെ ആരാധിക്കുന്ന നാടിൻ്റെ കലയാണ് പടയണി. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പടയണിയെ അനുഭവിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു നാടകം പോലെയോ അല്ലെങ്കിൽ ഒരു ഗാനമേള പോലെയല്ല, പടയണി കാണുകയല്ല, പടയണിയെ നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കിടയിൽ നിന്നാണ് ഓരോ വേഷങ്ങൾ വരാൻ പോകുന്നത്. ഓരോരുത്തരും നിങ്ങളോട് സംവദിക്കും. അങ്ങനെ ചോദിച്ചും പറഞ്ഞും ഒരുമിച്ച് കൊട്ടിയും പാടിയും താളം പിടിച്ചും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് നമ്മൾ പടയണി ഒരുമിച്ച് ചേർന്ന് അറിഞ്ഞ് പടയണിയെ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ പാട്ടിനും കൊട്ടിനും ഒക്കെ താളത്തിനും ഒക്കെ തന്നെ എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് തന്നെ മുന്നോട്ട് പോകാൻ അങ്ങനെ പോകേണ്ട കലയാണ്. പടയണി ഈസ് ദ most unique art form which has its roots deep into the nature. Being a ritualistic performing art form, it is mostly performed in Bhagavati temples of central Travancore. The present temples were once the Kavu or holy groves, the abode of the mother goddess. The Pradiyani is a 100% natural art form. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇവിടെ രാവിലെ തന്നെ പടയണിയുടെ കലാകാരന്മാരെത്തി കമുകിൽ നിന്ന് അടർത്തിയെടുത്ത പച്ചപ്പാള, അതിൻ്റെ പച്ച നിറമുള്ള ഭാവമൊക്കെ ചെത്തിയൊരുക്കി അതിൽ കുരുത്തോലയുടെ മടൽ ചതച്ചെടുത്ത ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കരിയും മഞ്ഞളും ഒക്കെ ചേർത്ത് വരച്ച് ഇവിടെ ഇരുന്നു കൊണ്ടതാണ് ഇന്ന് ഈ കോലങ്ങൾ, ഈ പടയണിക്കളത്തിലേക്ക് അവതരിപ്പിക്കേണ്ട കോലങ്ങളൊക്കെ തയ്യാറാക്കിയത്. ഓരോ കോലങ്ങൾ വരുന്നതിന് മുൻപ് ഓരോന്നിനെക്കുറിച്ചും വിശദമായി തന്നെ പറഞ്ഞ് അവതരിപ്പിച്ച് നമ്മൾ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ പടയണിയിലെ പരദേശി എന്ന ഒരു വിനോദ നാടക വേഷം ഈ രംഗത്തേക്ക് വരികയാണത്. ഇവിടെ പടയണിക്ക് വന്നതാ. ഇയാൾ നേരെ ഇങ്ങോട്ട് കയറി വന്നിട്ട് ആൾക്കാരുടെയൊക്കെ മുഖത്ത് കിട്ടി മാക്രി പോക്രി എന്നൊക്കെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താ? ഇയാളിപ്പോ കയറി വന്നപ്പോ തന്നെ മാക്രി എന്നൊക്കെ ആൾക്കാരെ വിളിച്ചില്ല? ഇല്ല, മാക്രി എന്ന് വിളിച്ചായിരുന്നു ഇയാൾ മാക്രി എന്ന് വിളിച്ചു. അല്ല, മാക്രി ഇല്ലേ, പോക്രി എന്ന് വിളിച്ചു. അല്ലേ? പ്രിയ എന്ത് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല, ഞങ്ങൾക്ക് അറിയത്തില്ല, അവിടെ ചോദിച്ചേ. ആ, പുള്ളിക്കാരി വിളിച്ചോണ്ടോ? പുള്ളി പറഞ്ഞു തരും നമുക്കല്ല. എനിക്ക് വിളിച്ചോണ്ടോ? പുള്ളി പറയട്ടെ. മാക്രി ഇയാളെ മുഖത്ത് നോക്കിയിട്ട് മാക്രി അറിയത്തില്ലെന്ന് പറഞ്ഞാലേ മാക്രിയോ? മാക്രിയുണ്ടോ? ഇവിടെ മാക്രി വയലൊക്കെ ഇല്ലേ ഇവിടെ? പിന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ ചൂതവൃക്ഷം ഉണ്ടോ? എന്തുകൊണ്ടോ? ചൂതവൃക്ഷം അവിടെ പോക്കുളർക്കാന്നുള്ള ചെയർമാൻ ഇവിടെ പുള്ളിയോട് ചോദിച്ചാൽ എന്തുവാ ഈ ചൂതവൃക്ഷം? എന്താ അറിയത്തില്ലയോ? ചൂതവൃക്ഷം എന്തുവാ? എന്തുവാ? എന്ത് മാവ്? മാവിനെയാണ് നിങ്ങൾ ഈ ചൂതവൃക്ഷം എന്ന് വിളിച്ചേ? ആ, ശരി, പറഞ്ഞാണ്. എന്നിട്ടോ? ഓ, തേങ്ങ ചക്കയ ഈ മാങ്ങാക്കറിയെ ഇയാൾ ചുരുക്കി പറഞ്ഞാണ് മാക്രി. ഓ, ഇയാൾ പിന്നെ നേരത്തെ വേറെ പറഞ്ഞല്ലോ പോക്രി. പോക്രി എന്ന് വിളിച്ചു. നിങ്ങൾ അങ്ങനെ മുഖത്ത് പോക്രി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിഷമം. നിങ്ങളുടെ വീടുണ്ട്, നിങ്ങളുടെ വീട്ടിലൊക്കെ നീണ്ട കിടപ്പില്ലയോ? നീളത്തിലുള്ളത്. ആ, അത് തന്നെ മുരിങ്ങ പൂക്കറി. അതിനല്ലേ നമ്മള് പറയുന്നേ മുരിങ്ങ പൂക്കറി. അതിനാണ് ഇയാൾ ഈ പോക്രി എന്ന് വിളിച്ചേ. പിന്നെ നീണ്ട കറി എങ്ങാട്ട് പോകുന്ന കാര്യമാണ് പറഞ്ഞത്. ഓ, അതെന്തോ ഈ നീണ്ട കറി? നീണ്ട കറി എന്തോ അറിയത്തില്ലയോ? ഇല്ല, അറിയത്തില്ലയോ? അറിയോ? ആർക്കും അറിയത്തില്ലയോ? തനിക്കറിയോ? നിങ്ങൾ പറഞ്ഞു കൊടുക്കേ. നിങ്ങളെയൊക്കെ വീട്ടിലെ ഇതിനാണോ ഇയാൾ ഈ വായിക്കൊള്ളാത്ത ഭാഷ മാക്രിന്നും പോക്രിന്നും ഇതുപോലത്തെ ഇനം വേറെ ഉണ്ടോ? ഇനി
നിങ്ങൾ ഈ ചോറ് ചോദിച്ചു വരുന്ന ആൾക്കാരല്ലയോ? അതിനാണ് ഇത്ര ആഡംബരം പറഞ്ഞേ? ആണോ? നിങ്ങളെ ചോറ് തരാം, ചോറൊക്കെ ഉണ്ട്, ആവശ്യമുള്ള ചോറുണ്ട്. പക്ഷെ നിങ്ങൾ വലിയ നൃത്തക്കാരാണെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ നൃത്തം ഞങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾ വലിയ നൃത്തക്കാരാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ നൃത്തം കണ്ടാൽ ഞങ്ങൾ അങ്ങ് പോവായിരുന്നു. നൃത്തം ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് നിങ്ങളുടെ കൂടെ സഹകരിക്കാന്. ആ ആ അല്ല, നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ചെയ്യണം. ചോറ് തരാം, നിങ്ങൾ ആദ്യം നൃത്തം ചെയ്യുന്നു. ആ അത് നിങ്ങൾ ചെയ്യും. നിങ്ങൾ കണ്ടുപിടി, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവരെയൊക്കെ വിളിക്കും, നിങ്ങളവിടെ സഹകരിക്കും. നിങ്ങളൊന്ന് ഒരുമിച്ച് ചേർന്ന് ചെയ്താട്ടെ, അവരൊന്ന് പഠിപ്പിച്ചു കൊടുത്താൽ മതി. വിളിച്ചു വാ, വിളിച്ചോ നോക്കാനാണ്. ഒരാളെ ഉള്ളു, ഇനിയില്ല, ഒരാളെ ഉള്ളു. അല്ല നോക്കി തനിമ പിടിച്ചോ. ഓ നിങ്ങൾ നൃത്തം പഠിപ്പിക്കും. ആ അദ്ദേഹം ഈ ലോകത്തുള്ള എല്ലാ നാടൻ കലകളെ കുറിച്ചും അദ്ദേഹത്തെ അല്ല വേണ്ട, ചെയർമാനെ ബുദ്ധിമുട്ടിക്കണ്ട. മറ്റേ ഒന്ന് ഫോക്ലോറൊക്കെ ഇവിടെ ചെയർമാനാണ്. മറ്റേ അദ്ദേഹം ആരാന്നറിയാമോ? സുരേഷ് സോമ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ നാടൻ പാട്ടുകളല്ലേ, വിവിധതരം നാടൻ പാട്ടുകൾ ഒക്കെ അവതരിപ്പിച്ച ആളാണ്. മറ്റേ അറിയപ്പെടുന്ന പ്രശസ്ത കവി കുടൂർ വിൽസൺ, പ്രശസ്ത ഗായിക രശ്മി സതീഷ്, ഇവരൊക്കെയാണ് നിങ്ങൾക്കൊപ്പം നൃത്തം ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ പരം ഭാഗ്യം നിങ്ങൾക്ക് എന്ത് വേണം? ഇനിയിപ്പോ അവരെ ആര് പഠിപ്പിക്കും? അവരുടെ ഒരു ഭാഗ്യമില്ല ഇതൊക്കെ. പിന്നെ ആയിക്കോട്ടെ. അല്ല ഞങ്ങള് അല്ല അങ്ങനെ അത് ശരിയാവത്തില്ല. അല്ല നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കായോ? പഠിപ്പിച്ചേ രണ്ട് ചൂട്. ചൂടൊന്ന് കാണിച്ചു കൊടുക്കാം. എന്നിട്ട് പാട്ട് നിങ്ങൾ തന്നെ പാടിക്കൊടുക്കാം. വേണ്ട നിങ്ങൾ പഠിപ്പിക്കേ. നിങ്ങൾ ചൂട് കാണിച്ചു കൊടുക്കണേ ആദ്യം. ഏല ഏലോ ഏല ഏലോ ഏല ഏലോ തത്തിന്ത 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 ചന്ദനച്ച മരഞ്ചൊരുക്കെ മരഞ്ചൊരുക്കെ തത്തിന്ത ചന്ദനച്ച മരഞ്ചൊരുക്കെ മരഞ്ചൊരുക്കെ തത്തിന്ത പുന ബലക തീർത്ത് ബലക തീർത്ത് തത്തിന്ത ദാരിക പൊന്ന ബലക തീർത്തു ബലക തീർത്തു തത്തിന്ത ഇന്ദർ ചോപ്പുഴകാണ്ട പമര നാട്ടെ അന്ത്യമുടം കപ്പലിൽ ചുക്ക നേരത്തെ പലപാടു തങ്കത്തിൽ പൈകൾ ഇറക്കി ആനമയിൽ ഒട്ടക അമ്പുടനെ ഏറ്റി പലപാടു തങ്കത്തിൽ പൈകൾ ഇറക്കി ആനമയിൽ ഒട്ടക അമ്പുടനെ ഏറ്റി തന്നാന
കാച്ചിയ പാലല്ലോ നീയുനക്ക് കട്ടിത്തൈരണി നാനുനക്കി പെണ്ണെ കാച്ചിയ പാലല്ലോ നീയുനക്ക് കട്ടിത്തൈരടി നാനുനക്കി പെണ്ണെ കാച്ചിയ പാലല്ലോ നീയുനക്ക് കട്ടിത്തൈരണി നാനുനക്കി പെണ്ണെ കാച്ചിയ പാലല്ലോ നീയുനക്ക് കട്ടിത്തൈരുക്കും കാച്ചിയ പാലുക്കും ദാഹമുണ്ടോ മുത്തു മീരാവേ കട്ടിത്തൈരുക്കും കാച്ചിയ പാലുക്കും ദാഹമുണ്ടോ മുത്തു മീരാവേ ഏലയലോ 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 തത്തിന്താ ഏലയലോ 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 തത്തിന്താ ഏലയലോ 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 തത്തിന്താ. അങ്ങനെ പരദേശികൾ എന്ന് പറയുന്നത് പഴയകാലത്ത് കേരളത്തിലേക്കുള്ള ബ്രാഹ്മണ അധിനിവേശത്തിന്റെ പ്രതീകങ്ങളാണെന്നാണ് പറയുന്നത്. പടയണി എന്ന് പറയുന്നത് അടിമുടി പരിഹാസമാണ്. എല്ലാ ജാതിയെയും മതത്തെയും പരിഹസിക്കുക എന്നുള്ളതാണ് പടയണിയുടെ ഒരു അടിസ്ഥാന സ്വഭാവം, പടയണിയുടെ വിനോദ നാടകങ്ങളുടെ സ്വഭാവം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പരദേശി എന്ന് പറയുന്നത് ഇങ്ങനെയല്ല. ഇതിന് വളരെ പതിഞ്ഞ പാട്ടുകള്, മുറിയ പാട്ടുകള്, അവസാനം നമ്മളിപ്പോ ചെയ്തെന്ന് പറയുന്ന പടയണിയിലെ കുമ്മി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ദേശക്കുമ്മിയും അടക്കമുള്ള ഭാഗങ്ങൾ ചേർത്തത് വളരെ വിശാലമാണ്. വളരെ കുറേയേറെ സമയം, ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വിശാലമായി അങ്ങോട്ടും ഇങ്ങോട്ടും കഥകൾ പറയുന്ന, രാമായണവും മഹാഭാരതവും ഒക്കെ പറയുന്ന ഒരു കലാരൂപമാണ്. വളരെ രസകരമായി രാമായണത്തെയൊക്കെ വിമർശിക്കുകയും പരിഹസിക്കുകയും എന്നാൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകും വിധം അവതരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് പൊതുവെ പടയണിക്കുള്ളത്. വളരെ വിശാലമെന്ന് പറഞ്ഞാൽ അത്ര വിശാലമായി അറിയണമെങ്കിൽ നമ്മളത് പടയണി കരകളിലേക്കാണ് വരേണ്ടത്. അതിന്റെ വളരെ ചെറിയ ഒരു രൂപമാണ് നമ്മൾ അവതരിപ്പിച്ചത്. ഇതിൽ പരദേശി എന്ന് പറയുന്നത് കേരളത്തിലേക്കുള്ള ഈ ബ്രാഹ്മണ അധിനിവേശത്തിന്റെ പ്രതീകം. ചോറ് തേടി വന്ന് പിന്നെ അധികാരികളായി എന്ന മട്ടിൽ പരിഹസിക്കുന്നതാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു ജാതിയെ, ഒരു മതത്തെ എന്നില്ല, എല്ലാ മതത്തെയും എല്ലാ ജാതിയെയും പരിഹസിക്കുന്ന, എല്ലാ ഉദ്യോഗസ്ഥരെയും പരിഹസിക്കുന്ന, രാജാവിനെ പരിഹസിക്കുന്ന, ആരെയും എന്തും പറയാൻ ചങ്കൂറ്റമുള്ള, തുറന്നു കാട്ടപ്പെടാൻ ധൈര്യമുള്ള ഒരു കലാരൂപം പഴയ കാലത്ത് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പടയണിയാണ്. പഴയ കാലത്തെ മാധ്യമ പ്രവർത്തനം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അതും പടയണിയായിരുന്നു, അല്ലെ? അങ്ങനെയായിരുന്നു. അത്ര പരിഹാസമായിരുന്നു ഒരു കാലത്ത് പടയണി. അതിനക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഭാഷകളിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ നമുക്കിപ്പോ പുതിയ കാലത്ത് അത് കേൾക്കുമ്പോൾ, അല്ലെ പുതിയ കാലത്തൊന്നല്ല, എല്ലാ കാലത്തും അതിനെ അശ്ലീലം എന്നുകൂടി പറയും. പക്ഷെ കുറെയൊക്കെ നമ്മൾ പൊതുവേദികൾ അവതരിപ്പിക്കുമ്പോൾ അതൊന്നും പഴയ കാലത്തെ ഒന്നും അവതരിപ്പിക്കാറില്ല. പക്ഷേ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ ആവശ്യപ്പെടുമ്പോൾ അത്തരം സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ അതിന്റെ പഴയ അതേ സ്വഭാവത്തോടു കൂടി ജാതിയെ പരിഹസിക്കും പോലെ ആ പഴയ കാലത്തെ ഭാഷകളൊക്കെ അതേപടി അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി പടയണിയിലേക്ക് വരാൻ പോകുന്നത്. പടയണിയിലെ കോലംതുള്ളൽ എന്ന് പറയുന്നത് തമാശയൊക്കെ പറഞ്ഞ് മെല്ലെ 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 ഗൗരവമായാൽ പിന്നെ വരാൻ പോകുന്നത് കോലംതുള്ളലാണ്. പഴയ കാലത്ത് നമ്മളെ ബാധിക്കുന്ന ചില ദുർദേവതകളെയൊക്കെ നമ്മളൊന്ന് സന്തോഷിപ്പിച്ചു വിട്ടാൽ അവർ നമ്മളെ ഉപദ്രവിക്കില്ല എന്നുള്ളതായിരുന്നു പഴയ കാലത്തെ ആ ഒരു വിശ്വാസം. അങ്ങനെയുള്ള നാട്ടുദേവതകൾ, മാടൻ, മറുത, യക്ഷി, പക്ഷി എന്നൊക്കെ പറയുന്നത് ദുർദേവതകൾ എന്ന് വിളിക്കുമെങ്കിലും പടയണിക്കാർക്ക് ഇതൊക്കെ ദൈവങ്ങളാണ്. അവർ തന്നെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് എന്നാണ് വിശ്വാസം. ഇപ്പോൾ വരാൻ പോകുന്നത് പടയണിയിലെ ഗണപതി പിശാചി കോലമാണ്. പുരാണത്തിലെ ഗണപതിയുമായി നേരിട്ടൊരു ബന്ധവുമില്ല. ആദ്യം വരുന്ന കോലമായതുകൊണ്ട് അതിനെ ഗണപതി എന്ന് വിളിക്കുന്നു. ബാധയൊഴിക്കൽ പഴയകാലത്തെ ഒരു സങ്കല്പമാണ്. അതായത് ബാധ കയറുക, മരിച്ചുപോയ ഒരാളിന്റെ ആത്മാവ് ജീവിച്ചിരിക്കുന്ന ഒരാളിലേക്ക് കടന്നു കയറുന്നു, ആ മരിച്ചുപോയ ആളിനെ പോലെ പെരുമാറുന്നു എന്നൊക്കെ നമ്മൾ പലയിടത്തും പണ്ട് കേട്ടിട്ടുള്ളതാണ്. ഈ അടുത്ത കാലത്താണ് ഈ ബാധ കയറലൊക്കെ കാര്യമായി നമ്മൾ കേൾക്കാത്തത്. ഇത് ചെറിയ ആളെയൊന്നുമല്ല ഈ ബാധ കൂടിയിരിക്കുന്നത്. ഇത് പരമശിവന്റെ ഭാര്യയായ പാർവതിക്കാണ് ബാധ കൂടിയത്, പിശാചിന്റെ ബാധ കൂടി. ആ പിശാചിനെ ഒഴിപ്പിക്കുകയാണ്. 6 പോലെ തോട് വെട്ടി തോട്ടകത്തിലയിട്ട് കുന്നുപോലെ ചോറ് കൂട്ടി കുടത്തോട് നെയ്ചരിച്ച് ബാധ ഒഴിച്ചു എന്നാണ് പാട്ടിൽ പറയുന്നത്. അങ്ങനെ പഴയ കാലത്തെ ബാധയൊഴിക്കലിനെ അനുസ്മരിപ്പിക്കുന്ന ഗോത്രവർഗ സമ്പ്രദായത്തിലെ അനുഷ്ഠാനങ്ങളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന പടയണിയിലെ ഗണപതി പിശാച് കോലം ഇരു കൈകളിലും കത്തിച്ചു പിടിച്ച ചൂട്ടുകറ്റയുമായാണ് ഈ ഗണപതി പിശാച് കോലം തുള്ളുന്നത്. തുള്ളുമ്പോൾ ചുറ്റുമുള്ളവർക്കൊരല്പം ജാഗ്രത ഒരു അവസാന ഘട്ടത്തിലേക്ക് വേണം. പതിഞ്ഞ ഒരു പാട്ട്, അടന്ത എന്നാണ് താളം. അടന്ത, അതിനുശേഷം മുറുകിയ അടന്ത, മുറിയടന്ത, ഇങ്ങനെയാണ് പാട്ടിന്റെ പോക്ക്. നമ്മൾ ഓട്ടംതുള്ളലിന്റെ പാട്ടുകളൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അടന്തയും മുറിയടന്തയും
പടയണിയിൽ തന്നെയുള്ള മർമ്മതാളവും ഒക്കെയാണ് അവിടെ തുള്ളലിനും ഉപയോഗിച്ചിരിക്കുന്ന താളങ്ങൾ. അതിലെ അടന്തയും മുറിയടന്തയും ഒക്കെയുള്ള പടയണിയിലെ കൂലംതുള്ളലിന്റെ പാട്ടുകളിലേക്ക് കടക്കുകയാണ്. കരാസമാമല തന്നിലങ്ങേ ഈശന്റെ ഭാര്യയാം പാർവതിക്കേ കൈലാസമാമല തന്നിലങ്ങേ ഈശന്റെ ഭാര്യയാം പാർവതിക്കേ പേണി പൂണ്ടുകേടന്ന കാല പേയൊഴിപ്പാൻ വന്ന പിശാചേ നിജന്നവകളെ കണ്ടിതായോ നിന്നെയവർ വന്ന് കണ്ടിതോ കണ്ടിതായോ നിന്നെ അവർ വന്ന കണ്ടിരോശ ഒന്നാം ഞാറോക്കേല ചോറിങ്കൽ വരിക ഒരു 100 കോടിയിലെ ഭൂതപിശാചേ ഒന്നേ കാണമൊന്നേ നേരെ ഒന്നര കോടി വിലയുണ്ടു പോകാം അഞ്ചാം ഞാറോക്കേല ചോറിങ്കൽ വരിക 500 കോടിയിലെ ഭൂതപിശാചേ ഞാനോ കേള ചോരകൾ വരിക 500 കോടിയിലെ ഭൂതപിശാചേ അരേ കളമാരേ തേരേ അരര കോടി ബലിയുണ്ടു പോകാം ഹരേ കാണമാരേ തേരേ ഹരര കോടി വിലയുണ്ടു പോകാം എട്ടാം ഞാറോക്കേല ചോറിങ്കൽ വരിക 800 കോടിയിലെ ഭൂതപിശാചേ എട്ടേ
വേട്ടിട്ടിടാകിടന്ന് ഓരാന്റെ പാൽക്കൊടിയാലൊരു നെല്ലിന്നല്ല ഓരാന്റെ പാൽ കൊടിയാലൊരു നെല്ലിന്നെണ്ണം പുഴത്തിൽ തടി പോലെ കിടന്നരുൾകായുമയാളെ പുഴത്തെ തട്ട് പോലെ കിടന്നരുൾക ഉമ്മയാളെ ആറുപോലെ വിട്ട് തോട്ടകത്തൊരിലയുമിട്ട് ആറുപോലെ തോടുവിട്ട് തോട്ടകത്തൊരിലയുമിട്ട് ഒന്നുപോലെ ചോറോ കൂട്ടി കുടത്തോടെ നെയ്തരിച്ച ഒന്നുപോലെ ചോറോ കൂട്ടി കുടത്തോടെ നെയ് ജനിച്ച തൊണ്ടന്റെ കുതിപ്പിച്ചാച്ച് കേട്ട ചോദ്യത്തെ കുതിപ്പിച്ചാൽ അവയോടെ തലയുമുണ്ട് കോഴി തന്റെ കുഴലുമുണ്ട് ആമയോടെ തലയുമുണ്ട് കൊള്ളിടത്തെ കുഴലുമുണ്ട് നാട്ടുകഴിഞ്ഞാൽ നിന്നെ ഏടാണ്ടോഴിക അനുഭവിച്ചാല് കാത്തുകയാ നിന്നെ ഇടകൊണ്ടിക അള്ളുപിച്ചാലോ പോന്നോരിക മുള്ളുപിച്ചാലും പോന്നോരിക ആൺപിച്ചാലോ പോന്നോരിക പെൺപിച്ചാലും പോന്നോരിക എരിപ്പിച്ചാലോ പോന്നോരിക മനപ്പിച്ചാലും പോന്നോരിക ഉണ്ടോരിക കണ്ടോരിക ഇവമേൽ തീർന്നോരിക ഉണ്ടോരിക കണ്ടോരിക ഇവമേൽ തീർന്നോരിക ഗണപതി പിശാചി കോലമൊക്കെ കുറച്ചു നേരം കൂടി നിൽക്കുന്നതാണ്. പക്ഷേ നമ്മളത് ചെറിയ അവതരണമായതുകൊണ്ടാണ് നമ്മളതിനെ ചുരുക്കിയത്. അങ്ങനെ ഗണപതി പിശാചി കോലമാണ് തുള്ളി ഒഴിഞ്ഞത്. അങ്ങനെ പാർവതീ ദേവിക്ക് ബാധിച്ച ബാധയെ തുള്ളി ഒഴിച്ചു എന്ന സങ്കല്പത്തിൽ പിശാചി കോലം തുള്ളി ഒഴിഞ്ഞാൽ അങ്ങനെ പടയണിക്കളത്തിലാണെങ്കിൽ ഇങ്ങനെ ക്രമേണ ഓരോരോ കോലങ്ങൾ വരികയാണ്. വലിയ ചൂട്ടുകറ്റ അല്ലെ അരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന വലിയ ഓലച്ചൂട്ടിങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കും. ഓരോ കോലമിറങ്ങും മുൻപ് ഓരോ കതിനാവെടികൾ മുഴങ്ങും. ആൾക്കാരുടെ ആർപ്പും കുരവിയും ഒക്കെ ആയാവും ഓരോ പടയണിക്കളത്തിലും പടയണി വരിക. അങ്ങനെ ഗണപതി പിശാചി കോലം കഴിഞ്ഞാൽ പടയണിക്കളത്തിൽ അനവധി കോലങ്ങളാണ്. മറുതാക്കോലം വരും, യക്ഷികൾ വരും, അങ്ങനെ ക്രമേണ വരികയാണ്. ഇപ്പോൾ ഇവിടേക്ക് വരാൻ പോകുന്നത് പടയണിയിലെ രാജകോലമെന്ന് വിളിക്കുന്ന കാലൻ കോലമാണ്. അതൊരു ഏകാംഗ നാടകമാണ്. ഒരേ ആൾ തന്നെ പല വേഷങ്ങൾ അഭിനയിപ്പിച്ച് ഫലിപ്പിക്കും പോലെയുള്ള ഒരു നൃത്തമാണ് പടയണിയിലെ കാലൻ കോലം. ഇതിന് പ്രത്യേകമായ ചുവടുകൾ, പ്രത്യേകമായ കലായങ്ങളൊക്കെ തന്നെ ചേർത്ത് ചെയ്യുന്ന ഒന്നാണ് പടയണിയിലെ കാലൻ കോലം. അതിനൊരു കഥയുണ്ട്. പലയിടത്തും പല രീതിയിലായിരിക്കും ഇതിൻ്റെ കഥകൾ വരുന്നത്. പക്ഷേ പടയണിയിൽ പ്രത്യേകിച്ച് തെക്കൻ മാർഗം, പടയണിയിൽ തന്നെ രണ്ട് സമ്പ്രദായമുണ്ട്, തെക്കെന്നും വടക്കെന്നും ഉണ്ട്. ഈ തെക്കും വടക്കും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല, ആകെ 5-10 കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ പറഞ്ഞ തെക്കും വടക്കും എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയുടെ തന്നെ തെക്കൻ ഭാഗത്ത് കുറച്ച് ദൂരം, അവിടുന്ന് 5 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വടക്കൻ സമ്പ്രദായം എന്ന് പറയുകയാണ്. അപ്പോൾ തെക്കൻ സമ്പ്രദായത്തിലെ പടയണിക്കാരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അതിൽ കാലൻ എന്ന് പറയുന്ന കോലത്തിൻ്റെ കഥ മാർക്കണ്ഡേയ പുരാണമാണ്. നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളതാണ് ഈ മാർക്കണ്ഡേയ പുരാണം എന്നുള്ളത്. അതായത് കല്യാണം കഴിഞ്ഞ് കാലമേറെയായിട്ടും മക്കളില്ലാതിരുന്ന വൃദ്ധ ബ്രാഹ്മണ ദമ്പതികൾ, അവർക്ക് മക്കളില്ല. അങ്ങനെ ഈ ബ്രാഹ്മണൻ എന്ത് ചെയ്തു? വനത്തിൽ പോയി തപസ് ചെയ്തു. പരമശിവനെ 12 വർഷം ഒറ്റക്കാലിൽ സൂര്യപ്രതിഷ്ഠാമുനയിൽ തപസ് ചെയ്തു എന്നാണ് കഥ. അങ്ങനെ 12 വർഷം കഴിഞ്ഞു, പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു. എന്തിനാണ് വന്നത്, എന്തിനാണ് ഇത്ര ഘോരമായ തപസ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, ഭഗവാനെ കല്യാണം കഴിഞ്ഞു, കാലമേറെയായി, മകനില്ല, ഒരു മകളില്ല, പുത്രഭാഗ്യത്തിന് വേണ്ടിയാണ് തപസ് എന്ന് പറഞ്ഞപ്പോൾ പരമശിവൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ജന്മത്തിൽ പുത്രഭാഗ്യം കാണുന്നില്ലെങ്കിലും ഇത്രയേറെ കഷ്ടപ്പെട്ടതല്ലേ, ഒരു മകനെ തരാം. അവൻ നല്ലവനാണെങ്കിൽ അവൻ 16 വയസ്സ് വരെ ജീവിക്കും. അതല്ല, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ശല്യക്കാരനും ദുഷ്ടനുമായൊരു മകനെ മതിയെങ്കിൽ അവൻ 100 വയസ്സ് വരെ ജീവിക്കും. എങ്ങനെയുള്ളൊരു മകനെ വേണമെന്ന് ചോദിച്ചു. ഈ ബ്രാഹ്മണൻ എനിക്ക് 16 വയസ്സ് വരെ ജീവിക്കുന്ന നല്ലവനായ മകൻ മതി എന്ന് പറഞ്ഞ് അങ്ങനെ വരം വാങ്ങിയൊരു മകനുണ്ടായി. അവന് മാർക്കണ്ഡേയൻ എന്ന് പേരിട്ടു. അവന് 12 വയസ്സ് കഴിഞ്ഞു. 12 വയസ്സ് കഴിഞ്ഞപ്പോൾ അച്ഛൻ സങ്കടമായി, അമ്മയ്ക്ക് സങ്കടമായി, ഗുരുക്കന്മാർക്ക് സങ്കടമായി, എല്ലാവർക്കും സങ്കടമായി. അപ്പോൾ ഈ മാർക്കണ്ഡേയന് തോന്നി, എന്തിനാണ് ഇതുവരെ എന്നെ കാണുമ്പോൾ സന്തോഷം നിറഞ്ഞിരുന്ന കണ്ണുകളിലൊക്കെ ഇപ്പോൾ സങ്കടമാണ്, എന്തിനാണ് എൻ്റെ അച്ഛൻ എന്നെ കാണുമ്പോൾ സങ്കടപ്പെടുന്നത്, എൻ്റെ അമ്മ എന്തിനാണ് എന്നെ കാണുമ്പോൾ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ച് ഒടുവിൽ ഈ ബാലൻ മാർക്കണ്ഡേയൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇതുവരെ എന്നെ കാണുമ്പോൾ സന്തോഷം നിറഞ്ഞിരുന്ന കണ്ണുകളിലൊക്കെ ഇപ്പോൾ സങ്കടമാണ്,
എന്തിനാണ് ഈ സങ്കടമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, മകനെ പരമശിവൻ തന്ന പരമാണ്, നീ 16 വയസ്സ് വരെ ജീവിക്കാനാണ് ആഴ്ച പറഞ്ഞു, തനിക്കിപ്പോൾ 12 വയസ്സായി, 4 വർഷം കൂടി കഴിഞ്ഞാൽ നീ മരിക്കും, എങ്ങനെ സഹിക്കും എന്ന് ചോദിച്ചപ്പോൾ ഈ മകൻ അച്ഛനോട് ചോദിച്ചു, ഇതിനാണോ എൻ്റെ അച്ഛൻ വിഷമിക്കുന്നത്? ഇതിനാണോ എൻ്റെ അമ്മ വിഷമിക്കുന്നത്? ജനിക്കാനായി വരം തന്നിങ് അയച്ചാളെ ഭജിച്ച് മരണമില്ലാത്തയാളായി ഞാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കണ്ഡേയൻ ശിവനെ ഭജിക്കുന്നു. 16 വയസ്സാകുന്നു. കാലൻ മാർക്കണ്ഡേയനെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നു. മാർക്കണ്ഡേയൻ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ കാലൻ തൻ്റെ കാലപാശം ശിവലിംഗത്തെ കൂടി ചുറ്റി വരിഞ്ഞ് വലിച്ചപ്പോൾ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് കാലനെ വധിച്ചു. അങ്ങനെ കാലനില്ലാത്ത കാലമുണ്ടായി എന്നാണ് കഥ. അപ്പോൾ അതാണ് കാലനായി വരുന്നതും മാർക്കണ്ഡേയനാകുന്നതും അച്ഛനായ മൃഗണ്ടുവാകുന്നതും എല്ലാം ഒരേ വേഷക്കാരനാണ്, ഒരേ കഥാപാത്രമാണ്. അപ്പോൾ ഇങ്ങനെ പകർന്നാട്ടമാണ്. ആദ്യം തന്നെ വരുന്നത് കോപാകുലനായി തുള്ളി ഉറഞ്ഞു വരുന്ന കാലനെയാണ് നമ്മൾ കാണുന്നത്. എന്തിനാണ് കാലൻ്റെ കോപം എന്ന ചോദ്യത്തിന് ഉത്തരമാണ് പിന്നീട് വരുന്നത്. അങ്ങനെ ശ്ലോകം, പതിഞ്ഞ പാട്ടുകൾ, വീണ്ടും ശ്ലോകം, മുറുകിയ പാട്ട്, അങ്ങനെ പോയി മുറുകി ഒടുവിലൊരു വലിയ യുദ്ധത്തിലേക്ക് എത്തുന്ന വിധത്തിലുള്ള ഒരു ഏകാംഗ അഭിനയം കൂടിയാണ് പടയണിയിലെ കാലൻ കോലം. പണികടമണിയുന്നു ഈശ്വരൻ്റെ ഉണ്ണിയാകും ഗണപതി ഭഗവാനും വാണിയും വിരിഞ്ചനാദി ശ്രോണമതി കാര്യവല്ലോ സർവരും തുണപ്പതിനായി ഇണയടി തൊഴുതിരന്നേരിമ്പമായി നൽകിടേണേ. ആ മന്നിട്ടില്ലയോ അഖില ഗുരുവര, നിൻകടാക്ഷം ലഭിച്ചാൽ ആകാതെന്തുള്ളു ഭൗമോ അമരിജ മനുജന്മാരിലേവർക്ക് പോലും. സ്വാമി നിൻ കൃപലേശമിഞ്ഞ് വരികിൽ സാധിക്കുമെൻ വാഞ്ചിതം. കാമാരെ കരുണാംബുദേ കൃപയെനിക്ക് കീടുവാൻ കൈതൊഴാ. അന്തർമോദാനുരയ്ക്ക അഴകിനോട് നടയാശി ഓണാട് തന്നിൽ സന്താനാർത്ഥ്യാവസിച്ചോരതിഗുണമേലുന്നോരന്തനെ തൻമൃകണ്ഠൻ ചിന്തിച്ച ശുവനം പൊഴും ദുരിതമാം സൂചിപ്രതിഷ്ഠാമുനെ സന്ധിച്ചേകപദത്തെയും നീ ഹരനെ ധ്യാനിച്ച് കൈകൂപ്പിന.
ധ്യാനിച്ചങ്ങനെ 12 വർഷേ താനേ തവം ചെയ്യവേ നാനാ മാമുനി സേവിതൻ നടമുളക്കാള കഴുത്തേറി വന്ന് ആതങ്കത്തോട് വന്നണന്റെ സവിതേ ദാനങ്ങ് നിൽക്കും വിധോ പാരം കണ്ണു തുറന്നു വീണു മുനിശ്രീ പാദം നമിച്ചാശ്രയാ വീണു വണങ്ങിടുന്ന ദ്വിജനാം ഭക്ത്യാട്ടിനെ സാദരം മോതാൽ തൃക്കരധാരി കൊണ്ട് പരിചിൽ താനേ നിവർത്തഞ്ചസാദം പോവതിനായി പിടിച്ചു തടവും നേരം മുതിർന്നന്തണൻ ബോധം വീണ സ്തുതിച്ചിരന്നിതരനോടി വണ്ണമോതിടിന ശ്രുത്വാ നാഥനുരച്ചു പുത്രവിധിയിൽ ജന്മമെന്നാകിലും ബന്ധപ്പെട്ടത് മൂലം ഏകസുതനെ തന്നിടുവേൻ നിർണയം തത്വ നല്ലവനെങ്കിൽ ആശ 16 വയസ്സെത്തും മഹാമൂഢനതെങ്കിലൊരു 100 ഇതിലേതാണെന്നു ചൊല്ലിടടോ അങ്ങനെ വന്നുകൂടും ഇനിമേൽ ചെന്നങ്ങ് ഭാര്യാന്തികെ നന്നായി വാഴുക മഹാമതി അതിസുഖം വന്നിടുമെന്നുത്തരം കുന്നിച്ചോരു കൃപാവശേന വരവും നൽകിയിട്ടു നാഥൻ മറഞ്ഞന്നേ വന്ദനം ചെയ്തു ദുജനം ഏറുമേരോ തേരെ വേളയാടും ഹരനോട് ആദരാൽ വരം വരിച്ചു കൊണ്ടു വിപ്രദേവേറോ തേരെ വേളയാടോ ഹരനോട് ആദരാൽ വരം വരിച്ചു കൊണ്ടു വിപ്രദേവ രമോദമോടു തന്റെ മന്ദിരകെ മേച്ച് ഏകരമ്യമായി വസിച്ചു ഭാര്യയോടും കൂടി രമോദമോടു തന്റെ മന്ദിരകെ മേച്ച് രമ്യമായി വസിച്ചു ഭാര്യയോടു കൂടെ ആറോടും തമ്പുരാനുഗ്രഹ പ്രകാരം ആദരണ ഗർഭവും ധരിച്ചു ഭാര്യദാനം ആറുചോടും തമ്പുരാനുഗ്രഹ പ്രകാരം ആദരണ ഗർഭവും ധരിച്ചു ഭാര്യദാനോ 10 മാസവും തികഞ്ഞു പത്നി നോവു പൂണ്ടേ ഉത്തമദിനത്തിലാശു പെറ്റു ബാലനേയം 10 മാസവും തികഞ്ഞു പത്നി നോവു പൂണ്ടേ തുത്തമാദിനത്തിലാശു പെറ്റു ബാലനേയം കന്യബാലനിട്ടതായ പെരുമാർക്കണ്ടേയനെ അന്നവും കൊടുത്തുടൻ പ്രസന്നനായി വളർത്തിനാൻ ധന്യബാലനിട്ടതായ പെരുമാർക്കണ്ടേയന് അന്നവും കൊടുത്തോടൻ പ്രസന്നനായി വളർത്തിനാൻ ഒത്തഴുത്തോ വേദശാസ്ത്രം എന്നിത്യാദി വിദ്യകൾ പാർത്തിടാതെ എളുപ്പമായി പഠിച്ചു വിപ്രബാലനോ ഓത്തെഴുത്തോ വേദശാസ്ത്രം എന്നിത്യാദി വിദ്യകൾ പാർത്തിടാതെ എളുപ്പമായി പഠിച്ചു വിപ്രബാല അതിമനോജ്ഞൻ അതിസുശീലൻ അധിക
വിദ്യാശാലിയായി അതിസുഖത്തോടാലയത്തിൽ മരുവിടുന്ന കാലം അതിമനോജ്ഞൻ അതിസോചീലൻ അധിക വിദ്യാശാലിയായി അതിസുഖത്തോളാലയത്തിൽ മരുവിടുന്ന കാലം അവനു പന്തിരണ്ടതായി വയസ്സുബാലനോക്കിലോ അകമാലിംഗലന്തനേന്ദ്രൻ അതു നീനച്ചു ചിന്തയായി അവനു പന്തിരണ്ടതായി വയസ്സുബാലനോക്കിലോ അകമാലിംഗലന്തനേന്ദ്രൻ അതു നീനച്ചു ചിന്തയായി ഇങ്ങു വന്നാടുത്തേതാ പാദം വാശം കേടുന്നീതാ വിങ്ങി വിങ്ങിയുള്ള തകർന്നിടുന്നു മേൽക്കുമേൽ വന്നാടുത്തേതാപദം കേടുന്നീതാ വിങ്ങി വിങ്ങിയുള്ള തകർന്നിടുന്നു മേൽക്കുമേൽ ഒന്നുകൂടെ ഈശനെ ഭജിക്കലോ മഹേശ്വര അന്നു നിന്റെ മായ കൊണ്ട് നന്ദനായി ഭവിച്ചിതോ ഒന്നുകൂടി ഈശനെ ഭജിക്കയോ മഹേശ്വര അന്നോ നിന്റെ മായ കൊണ്ടു മന്ദനായി ഭവിച്ചിരേ വിഷാദ മകമാതോങ്കലവോ പകലതെപ്പോഴും സതതമാശു കരുതിയങ്ങ് ഒരുവീനാൻ മൃഗണ്ടുവും വിഷാദ മകമാതിരവോ പകലപ്പോഴോ സകലമാശു കരുതിയങ്ങ് മരുവീരാൻ മൃഗണ്ടുവോ കേതമീന്നാകമേ വാലം കഴിച്ചത്രയും ആ ആതങ്കത്തുടുമെന്തിനെന്നുടങ്ങാരാഞ്ഞു ചോദിക്കുക നാസാനേത്രജലങ്ങൾ വാർത്തിവസനാൽ യാതൊന്നുമാകാതിരുന്ന് ഏറും വിമ്മലോടെ എങ്ങലിട്ട് സുതനോട് ഈ വണ്ണമോദിടിന എന്തെന്തൊക്കെ ചൊല്ലുവിലാശുസുതനെന്നില്ല മുന്നേറാ കാന്താരെ ഒരു സൂചി തന്നിലെ ചിന്തിയാത പഞ്ചൈക നാൾ 12 കഴിഞ്ഞ നാളിൽ അന്നേ വന്നാൽ ശരാരി പ്രിയൻ സന്തോഷത്തോടും അന്നു തന്ന വരമേ സന്താനമാം നീടുള്ളൂ വയസ്സു 16 കാലം വരെ നേരോടിങ്ങനെ വാഴ്വതിന്നു ശിവനാൽ ആയുസ് കൽപ്പിച്ചതേ ഒരാ നിന്റെ കളിയാലേവം വയസ്സിപ്പോഴങ്ങ് ആരോമൽ സുകുമാര വീര തനയ 12 വന്നിതേ ഞങ്ങൾക്ക് വിഷാദം ഇത്ര വലുതായില്ലെന്നതങ്ങോർക്കിലും ഉല്ലാസേന ലഭിച്ച വസ്തു നഹിയായി വന്നാൽ സഹിക്കാവതോ എല്ലാം ഈശ്വര നിൻ കൃപാവിലാസമതിനായി വലായ്മ പോക്കിയിടുവാൻ ചൊല്ലാർ നീടിന ശ്രീ മഹേശ്വര വിഭോ എല്ലായ്പ്പോഴും കൈതുഴ മകനോട് തരമൊരു വകതാപങ്ങളെ ചൊല്ലി പകതാൽ വെന്തുടൻ കേഴുന്നതു നേര മകനോട് തരമോരോ വകതാപങ്ങളെ ചൊല്ലി തകരാ വെന്തുട കേഴുന്നതു പടേത്താർ വന്ദനം ചെയ്ത് പടേത്തമുള്ളൊരു ബാലൻ പടേച്ചിടാതിതമാശോ കഥിച്ചേവ പടേത്താർ വന്ദനം ചെയ്തു പടേത്തമുള്ളൊരു ബാലൻ മടേച്ചിടാതിതമാശു കഥിച്ചേവ കാതനെന്തതേ
മോദമായി വസിച്ചിടുക. അകമെപ്പോളറിവായി വന്നതു മോല മോദമായി വസിച്ചിടുക. ചൂടനോടു താതൻ വരിച്ചോരി ശരീരത്തെ നശിക്കാതെ വരം വാങ്ങി വരുവേ ഞാൻ. ശരീരത്തെ നശിക്കാതെ വരോ വാങ്ങി വരുവേ പൊരുളായ ബന്ധം എന്നോരണ്ടായി പെരിഞ്ഞോരു എന്നോരണ്ടായി പെരിഞ്ഞോരു നാലായ വേദ പൊരുളായ ബന്ധം നാമോകന്താൻ തെളിഞ്ഞാടുന്ന പഞ്ചഭൂത പൊരുളുന്നായ ബന്ധം പഞ്ചാക്ഷരത്തിൻ വിളക്കായ പഞ്ചഭൂത പൊരുളുന്നായ പഞ്ചാക്ഷരത്തിൻ വിളക്കായ പത്മനാഭൻ തെളിഞ്ഞാടുന്ന പാദാ
അമ്പത്തൊന്നക്ഷരം കൂടുന്ന അൻപോടു ചൊല്ലിട്ടു വാങ്ങുന്നടിയൻ മാതാവിനെ ആമോദത്തോടെ വിടയും ചോദിച്ചുകൊണ്ടാതരാ ശ്രീമച്ചന്ദ്രകലാധരം പരിചുടെ ചിന്തിച്ചുടൻ ശ്രീ മാർക്കണ്ഡേയകുമാർനാശു കടവോ ദേവാലയേ ചിത്രധാരണ ചിത്രമാകും ചിത്തചാരിയുടെ ഭക്തിയോടെ നനച്ചു ധ്യാനവും ഉറച്ചു സേവശവും പൂജയും നിത്യമെന്നത് കഴിച്ചു ഷോഡശമയസ്വമെന്നു തികയും വിധവും ചിത്രഗുപ്തനത ചെന്ന കാലനോട് അവസ്ഥയൊക്കെ ഉണർത്തിന മിത്രപുത്രൻ കേട്ട് വൃത്തിരെ വിളിച്ചു വേഗമുര ചെയ്തത് ചടുവിമൽ പുരത്തിലിക വരുത്തണം മാത്രപോലും അതിന് താമസമരുതെന്ന് കേട്ട് യമദൂതരും യാത്രയായി നഗതെന്തമുള്ള ദൂതൻ കണ്ണും പാരഞ്ചു മത്തിക്കടല വളരെ പാശവും കണ്ടുമായേ തിന്നം മാർക്കണ്ഡനെ കൊണ്ടിങ്ങമപുരമതിലാക്കിയിടുവാനായി അടുത്താന്മാരായ ദൂതപരീക്ഷയെ വിരവിൽ കണ്ടരൻ തന്റെ ഭൂതം തിണ്ണം കോപിച്ചടുത്തിട്ടമപടൻ അടിച്ചാട്ടിയോടി കാഠിന്യമുള്ള ശിവഭൂതർഗോമോളെ താടിച്ചതേറ്റ യമകിങ്കരോടി മണ്ടേ പേടിച്ചു ചെന്നു യമധർമ്മ നൃപന്റെ കാൽക്കൽ കേടറ്റൊരാടലോട് വീണ് കരഞ്ഞു ചൊന്ന തീരത്തൊമ്പത് സ്വാമി എന്ന് വെറുതെ കോപിക്ക വേണ്ടാവുലോ മാരധ്വംസനമാശി ശിവനെ സേവിക്കുകയാണെന്നവൻ ആരിൽ ശങ്കരസേവ കൊണ്ടു ഇനിമേൽ ജീവിക്കുമോ മനുഷ്യർ കാര്യസ്ഥം അതിലെണ്ടുകൊണ്ടു വിധിതൻ കയ്യിൽ കൊടുത്തേടമേ ആരാണെന്ന് പറവിൻ ആരെന്ന് പാലിപ്പവൻ നേരെ ചൊൽക വിരഞ്ജനോ സുരബലിദാനോ മുരാരിയോ ശങ്കരസേവ കൊണ്ടു ഇനിമേൽ ജീവിക്കുമോ മനുഷ്യർ കാര്യസ്ഥം അതിലെണ്ടുകൊണ്ടു വിധിതൻ കയ്യിൽ പങ്കേരുവാസനമതിങ്കലിരുന്നു വങ്കുന്ന തന്റെ മകളെ മടിതന്നിൽ വെച്ച് പൊങ്കുന്ന പോലിളകിടുന്നൊരു കൊങ്ക രണ്ടും ആതങ്കമോടി തടുവി മരവുന്ന മഹേശ്വരൻ കുംഭിപ്രവീരവരനും കുതിരും സുരന്മാർ വമ്പിച്ച വൃത്തിരവിടെ ഉണ്ട് നന്ദികേശൻ വരുന്നരിയ ശത്രുജനത്തെ എല്ലാം ദമ്പം കുറിപ്പതിന് നിൽപ്പൊരു ഭൃംഗരടിയേ പെട്ടെന്ന് ദൂതർ പറയുന്നൊരു വാക്കു കേട്ട് തട്ടറ്റവിഷ്ടമതിങ്കലിരുന്ന് കാലൻ വട്ടം തിരഞ്ഞളകി നീലമഹാജലം പോൽ കട്ടക്കനൽ ചിതറി ദൃഷ്ടി ഉരുട്ടി വട്ടം കടുതല വളരെപ്പാശവും കണ്ടുമായേ ഉടനിക മഹിഷത്തിന്മേതിലേറെ തിരിച്ചാൽ വടിവിനൊടിക കാലൻ ബാലനെ കൊണ്ടുപോകാ
പടയോടു കോടിയമനോടു നിജപുരി തന്നിൽ നിന്നേ Oh,
ഒന്നാക്കും പാശത്താലെ വേശന മഹാകാല ഒന്നാകും ആശവും പോന്നൊഴക മഹാദേവ ശിവന്ദനാണേ കലപാശം മാർക്കണ്ഡേയൻ അറിവ് കൊണ്ട് മരണത്തെ അതിജീവിച്ചു എന്നുള്ളതാണ് സങ്കല്പം. നാരായണഗുരു പറഞ്ഞ പോലെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറയും പോലെ മാർക്കണ്ഡേയൻ അറിവ് കൊണ്ട് പരമശിവനെ ഭജിച്ച് മരണത്തെ അതിജീവിച്ചെന്നും 16 വയസ്സുകാരനായി ജീവിച്ചു എന്നുള്ളത് ഒരു ഏകാംഗ നാടകമായി പടയണിയിൽ അവതരിപ്പിക്കുന്നത് ഏതോ കാലത്തെ ഒരു പടയണി കലാകാരൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരാശയമാണ് ഒരു ഏകാംഗ നാടകം എന്ന നിലയ്ക്ക് കാലം കോലമായി പടയണിക്കളത്തിലേക്ക് വന്നത്. ഇനി വരാൻ പോകുന്ന പടയണിയിലെ യക്ഷിക്കോലമാണ്. യക്ഷികൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. യക്ഷികൾ എന്ന് പറയുന്നത് ഇങ്ങനെ പനയുടെയോ പാലയുടെയോ ഒക്കെ ചുവട്ടിൽ നിന്ന് ചെറുപ്പക്കാരെ കാണുമ്പോൾ ചുണ്ണാമ്പുണ്ടോ എന്ന് ചോദിക്കും. ചുണ്ണാമ്പ് കൊടുക്കുന്നവരുടെ എല്ലും പല്ലും മുടിയും നഖവും പിറ്റേ ദിവസം പാലയുടെയോ അല്ലെങ്കിൽ പനയുടെയോ ചുവട്ടിൽ കണ്ടെത്തുന്ന ദുർദേവതകളാണ് നമ്മളുടെ ഐതിഹ്യ കഥകളിലെ യക്ഷികൾ. പക്ഷേ പടയണിയിൽ അങ്ങനല്ല. യക്ഷികൾ എന്ന് പറയുന്നത് സൗന്ദര്യത്തിൻ്റെ അമൂർത്ത രൂപങ്ങളാണ്, രക്ഷാദേവതകളാണ് എന്നുള്ളതാണ് പടയണിയുടെ സങ്കല്പം. നമുക്ക് വേണ്ടി ഈ ഭൂമിയൊക്കെ വിട്ടു തന്നങ്ങ് 7-ാം കടലിനക്കരെ പോയി അധിവസിക്കുന്ന ദേവതകളാണ് യക്ഷികൾ എന്നാണ് സങ്കല്പം. സുന്ദരേക്ഷി, അന്തരേക്ഷി, അരക്കേക്ഷി, ഇങ്ങനെ മായക്ഷി തുടങ്ങി പലതരം യക്ഷികളുണ്ട് പടയണിയിൽ. ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത് സുന്ദരേക്ഷിയാണ്. പ്രകൃതിയുടെ പൂത്തുലഞ്ഞു നിൽക്കുന്ന പ്രകൃതിയുടെ സൗന്ദര്യമാണ് സുന്ദരേക്ഷി എന്നാണ് പറയുന്നത്. നല്ല വാക്കുപോലും യക്ഷിയാണെന്നാണ് പറയുന്നത്. പടയണിയുടെ പാട്ട് തന്നെ എങ്ങനെയാണ്? തൂമൊഴി യക്ഷി തോന്നി എന്നാണ് പാട്ട്. നല്ല വാക്കുപോലും നമ്മൾ പറയുന്നൊരു നല്ല വാക്കുപോലും യക്ഷിയാണ്. സുന്ദരമാണ്, സൗന്ദര്യമാണ്, രക്ഷയാണെന്നുള്ളതാണ് പടയണിക്കാരൻ്റെ സങ്കല്പം. പറയുമ്പോൾ നമ്മളിങ്ങനെ വിശാലമായി പറഞ്ഞ് കഥകൾ പോലെ പറഞ്ഞു പോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ചുരുക്കി പറയുമ്പോൾ ഇത് പ്രകൃതിയാണ്, പ്രകൃതിയുടെ സൗന്ദര്യമാണ്. യക്ഷി എന്ന് പറയുന്നത് നമ്മളെ രക്ഷിക്കുന്നവരാണ്, രക്ഷാദേവതകളാണ്. പാലി ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നൊരു വാക്കാണ് യക്ഷി എന്നാണ് പറയുന്നത്. രക്ഷിക്കുന്നവൾ എന്ന വാക്കാണ് എന്നാണ് സങ്കല്പങ്ങൾ. പടയണിയിലെ സുന്ദരേക്ഷികൾ, അത് നിരത്തിത്തുള്ളൽ എന്ന് പറയുന്നൊരു ചുവട്. അതിനുശേഷം ക്രമേണ അതിൻ്റെ പാട്ടിലേക്ക് 7-ാം കടലിനക്കരെ വസിക്കുന്ന യക്ഷികളെ സ്തുതിച്ച് പാട്ട് നമ്മൾ ഈ പടയണി കളത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കല്പം.
പടയണിയിലെ സുന്ദരമായ സുന്ദരയക്ഷികൾ, എൻ്റെ പാട്ടിന് വീണ്ടും നീളമുണ്ടെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. പലവട്ടം പറഞ്ഞതാണ്, നമ്മളിതിനെ ചുരുക്കി ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഇതിങ്ങനെ വളരെ പതിഞ്ഞ താളത്തിൽ ഇങ്ങനെ മെല്ലെ 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 പാടി പാട്ടുകാരും തുള്ളൽക്കാരുമൊക്കെ ഒരുപോലെ ആസ്വദിച്ച് പോകുന്നതാണ്. ഈ തൂമൊഴി യക്ഷി തോന്നിയെന്നൊക്കെയുള്ള ഭാഗം നമ്മൾ അങ്ങ് അത്രയേറെ പതിച്ച് പാടി പോകുന്ന ഒന്നാണ്. വളരെ പതിഞ്ഞ താളത്തിലാണ്. ഒരു കടൽ ഏരു കടലേ എന്ന് പറഞ്ഞാൽ ഏറ്റവും പതിഞ്ഞത് പതിഞ്ഞടന്തയിൽ ഏറ്റവും പതിഞ്ഞാണ് തുടങ്ങി ഇങ്ങനെ പോയി മുറുകി വരുന്നതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ നമ്മളത് ചെറിയ രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ച് ഇനി വരാൻ പോകുന്നത് പടയണിയിലെ ഭൈരവി എന്ന കോലമാണ്. പടയണി എന്ന് നമ്മളെപ്പോൾ എവിടെ കണ്ടാലും എവിടെ നോക്കിയാലും കാണുന്നത് പടയണിയിലെ വലിയ കോലമാണ്. തലയിലെടുത്ത് നിൽക്കുന്ന ഒരു വലിയ കോലം ഭൈരവി. അതിൽ 51 പാളയിൽ 21 പാളയിൽ തുടങ്ങി 1001 പാളയിൽ വരെ ഇത്തരത്തിൽ വലിയ കോലം ചെയ്യും. അത് പ്രകൃതിയാണ്, അത് നാടാണ്, നാടിൻ്റെ അമ്മയാണ് എന്ന സങ്കല്പത്തിലാണ് എപ്പോഴും ഭൈരവിക്കോലം ചെയ്യുന്നത്. അതായത് ഒരു പടയണി അവതരിപ്പിക്കുന്നത് കാവിലാണ്, ആ കാവിലെ അമ്മയാണ് ഈ ഭൈരവി എന്ന കോലം എന്നുള്ളതാണ് പടയണിയുടെ സങ്കല്പം. അതെല്ലാം നമ്മൾ രാവിലെ ഇവിടെ വന്ന് പടയണി കലാകാരന്മാർ വന്ന് രാവിലെ വരച്ച് തുടങ്ങിയാണ് 100% പച്ചപ്പാള ചെത്തി അതിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വർണ്ണങ്ങളെ കൊണ്ട് വരച്ച് കുരുത്തോലയുടെ ഇറുക്കിൽ കൊണ്ട് സൂചിയും നൂലുമാക്കി അതിനെ തയ്ച്ച് പിടിപ്പിച്ച് വന്നിരിക്കുന്ന കോലമാണ്. അത് അമ്മയാണെന്നാണ് സങ്കല്പം. എന്തെങ്കിലും പിഴവുകൾ ഒരു വർഷക്കാലത്തിനുള്ളിൽ, ഒരു കാലയളവിനുള്ളിൽ നാട്ടുകാർക്കോ പടയണിക്കാർക്കോ വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊട്ടിപ്പാടി തുള്ളുന്ന ഒരു കോലമാണ് ഭൈരവി എന്ന കോലം. ഈ വരുന്ന കോലം ഇന്ന് രാവിലെ ഇവിടെ വരച്ചാണ് നമുക്ക് കാണാം. അതിലെ പച്ച നിറത്തിലുള്ള മുഖങ്ങളുണ്ട്, വെളുത്ത മുഖങ്ങളുണ്ട്, ചുവന്ന മുഖങ്ങളുണ്ട്. ഇതെല്ലാം പാളയാണ്. ഈ ഒരു പടയണി കഴിഞ്ഞാൽ ഇത് ഈ കോലത്തെ, ഈ വേഷത്തെ നമ്മൾ ഈ മണ്ണിലേക്ക് ഉപേക്ഷിച്ചു പോവുകയാണ്. ഇത് ഈ മണ്ണിലേക്ക് ദ്രവിച്ച് ചേർന്ന് ഈ മണ്ണിൻ്റെ ഭാഗമായി തീരേണ്ടതാണ്. ഈ മണ്ണിന് നല്ല ഭാവി, നല്ല ജീവിതം, നല്ല കാലം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് കുട്ടി പാടിത്തുള്ളി ഒഴിയുന്നതാണ് ഈ പടയണിയിലെ കോലങ്ങളൊക്കെ തന്നെ. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈ പടയണിയിലെ ഈ ഭൈരവിക്കോലം വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ആർപ്പും കുരവയും ഒക്കെയായി തന്നെ വേണം സ്വീകരിക്കണം. അപ്പോൾ എല്ലാവരും കുരവ ഒക്കെ നമ്മുടെ പടയണിക്കാരൊക്കെ കുരവയിടും. അപ്പോൾ കുരവ എന്ന് പറയുന്നത് പഴയകാലത്തെ സമ്പ്രദായമാണ്. കല്യാണത്തിനും ആഘോഷങ്ങൾക്കും ഒക്കെ ഉണ്ടായിരുന്നതാണ് കുരവ. നമ്മൾ കുരവയും കൊട്ടും കയ്യടിയും താളവും ഒക്കെയായി ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഏറ്റവും അവസാനം നമ്മൾ ഈ ഭൈരവി എന്ന കോലത്തെ ഈ പടയണി കളത്തിലേക്ക് സ്വീകരിക്കുന്നത്. നമ്മുടെ പടയണിയിലെ ഭൈരവി എന്ന ആ കോലം വരികയാണ്. അതിൻ്റെ പല രൂപങ്ങളുണ്ട്, പല ഭാവങ്ങളുണ്ട്. അതിൽ ഈ ദേശത്തിൻ്റെ നമുക്ക് പറ്റിപ്പോയ എല്ലാ പിഴവുകളും പ്രാർത്ഥിക്കണം എന്ന പ്രകൃതിയോട് പ്രാർത്ഥിക്കുന്ന ഒരു കോലം കൂടിയാണ് പടയണിയിലെ ഭൈരവിക്കോലം. അത് പമ്പയോടാണ്, പമ്പയുടെ കലയാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യ പമ്പയുടെ കരയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ പമ്പയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് നമ്മൾ ഭൈരവി എന്ന പ്രധാന കോലത്തെ ഈ പടയണി കളത്തിലേക്ക് വരവേൽക്കുകയാണ്. പീഴകളല്ല ഓരോത്തോ കൊണ്ടേ അനുഗ്രഹിക്ക ഭഗവതിയേ
Show
ഗജ കേസരിയോ സൂത്രങ്ങളിൽ ഗജ കേസരിയോ സുന്ദരുടെ അകമലരന്റെ സാധ്യതയുള്ളവ മധുമൂർത്തിയുടെ അതി ഗിരിസുതരുടെ അകമലരന്റെ സാധ്യതയുള്ളവ മധുമൂർത്തിയുടെ അതി കോപമോടലറി ചെമ്പൊന്നിൻ പുറവടി വിരലോ കൈതൊഴുന്നേ ചേവടി തണലൊത്ത തിരുപാദം തൊഴുന്നേ ചെമ്പൊന്നിൻ പൂവാടി വിരലോ കൈതൊഴുന്നേ ചേവടി തണലൊത്ത തിരുപാദം തൊഴുന്നേ കൈത പോകരമൊക്ക കണക കൈതൊഴുന്നേ കണ്ടാലത്രയും നല്ല മുഴക്ക കൈതൊഴുന്നേ പൊന്നരഞ്ഞാണം തൊഴുന്നേ കൈ
ദേവി ആരാധന പൊരുളും നീയേ തിരുമൂന്നക്ഷരമായതു നീയേ തിരുവട്ടക്ഷരമെട്ടും നീയേ മൂന്നക്ഷരവും നീയേ ദേവി മുക്കണ്ണൻ മകളായതു നീയേ ഭുവനേശ്വരിയും വാഗീശ്വരിയും നീയേ ദക്ഷിണാമൂർത്തി നമസ്തേ. താരികനെ കൊല ചെയ്തതിനായി 33 കോടി ദേവകളും 66,000 കോടി എത്രകളും കൂടി ആദിത്യനെ നിന്ദ ചെയ്ത് അച്ഛനെ ദുസ്ത ചെയ്ത് അഗസ്ത്യനെ അടിബ്രഹ്മാണ്ഡമായി നിർത്തപ്പെട്ട ഓം കാളി ഓം പട്ടാളി ഓം നമഃശിവായ അമ്മേ കാരുണ്യദേവി ആരതു മമ ഭയങ്കരി രക്ഷയാം ഭദ്രകാളി നമമതേ കുരമ്പല ഗോത്രകല ഇന്ത്യൻ നാഷണൽ പടയണി ഫൗണ്ടേഷന് തുമ്പ സാഹിത്യോത്സവത്തിൽ ഇത്തരത്തിലൊരു പടയണി അവതരിപ്പിക്കാനുള്ള അവസരം തന്നതിന് പ്രധാനമായും കേരള ഫോക്ലോർ അക്കാദമിയോട് ചെയർമാൻ ശ്രീ വൈസ് ഉണ്ണികൃഷ്ണൻ, അക്കാദമി അംഗം ശ്രീ സുരേഷ് സോമ എന്നിവരോടുള്ള ഒരു നന്ദി വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരാവുന്നതല്ല. ഒപ്പം തന്നെ ശ്രീ PC വിഷ്ണുനാഥൻ എൽ.എ. മുൻപ് ഞാനിവിടെ ഈ പമ്പ സാഹിത്യോത്സവത്തിലൊക്കെ തന്നെ വാർത്തെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അക്കാലത്തേക്ക് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നോടുള്ള ശ്രീ ജി ഗോപികൃഷ്ണൻ മലയാള മനോരമയിലെ ഏറ്റവും പ്രമുഖനായ ഒരു ചിത്രകാരനാണ്. അദ്ദേഹം പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പമ്പ സാഹിത്യോത്സവമുണ്ട്. PC വിഷ്ണുനാഥൻ എൽ.എ. അദ്ദേഹത്തിന്റെ ഭാര്യ കനകാമ കവയത്രി ഇവരോടൊക്കെ സംസാരിച്ച് നമുക്ക് അവിടെ ഒരു പടയണി ചെയ്യണ്ടേ, വലിയൊരു സദസ്സല്ലേ, വലിയ പ്രഗത്ഭര് വരുന്നൊരു സ്ഥലമാണ്, അവിടെ ഒരു പടയണി ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ ശ്രമിക്കണമെന്നിട്ട് പലവട്ടം പറഞ്ഞതാണ്. ഇക്കുറി ശ്രമിച്ചതൊന്നുമല്ല, എതിർച്ചയ നമ്മളിലേക്ക് വന്നു ചേർന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്, വലിയ ആനന്ദമാണ്. ഈ മഴ പ്രതികൂല കാലാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് തന്നെ അന്തരീക്ഷമൊക്കെ ഒന്ന് മാറി നിന്നു എന്നുള്ളതാണ്. എന്തായാലും വളരെ വളരെ സന്തോഷം. ഇത്രയും സന്തോഷം പമ്പയുടെ കലയാണ് പടയണി. അപ്പം അതുകൊണ്ട് തന്നെ ഈ സാഹിത്യോത്സവത്തിൽ പടയണി അവതരിപ്പിക്കാൻ കഴിഞ്ഞുള്ള വലിയ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. വരും കാലത്തും നമ്മളുടെ പടയണി ഇവിടെ ക്ഷണിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ നന്ദിയാണ് ഫോക്ലോർ അക്കാദമിക്കും ഒപ്പം തന്നെ പമ്പ സാഹിത്യോത്സവത്തിന്റെ എല്ലാ സംഘടനകൾക്കുമുള്ള നന്ദി അറിയിക്കുന്നു.